എടാ ദിസ് ഇസ് ഇത് എടാ ഞാൻ അഥർവയുടെ ഇതയം മുരളി എന്ന് പറഞ്ഞുകൊണ്ടൊരു പടം ഞാൻ കണ്ടു. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നു. ഓക്കെ, അങ്ങനെ കണ്ടു. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് ഇതയ എന്നാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ പറഞ്ഞത്, അഥർവേര. അപ്പോൾ പുള്ളിക്കാരന് ഈ പറഞ്ഞ പോലെ ഇഷ്ടം പറയാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഓരോരോ സ്റ്റേജിൽ, അതായത് ചെറുപ്പകാലത്ത്, കോളേജ്, പിന്നെ വളർന്നു വരുന്ന, അങ്ങനെ അങ്ങനെ ഓരോരോ സ്റ്റേജിൽ തന്നെ ക്രോസ് ചെയ്ത് പോയ ഓരോരോ പെങ്കൊച്ചുങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് ഇതാണ് പറയണത്. നമുക്ക് ചെറുപ്പകാലത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫാസിലുണ്ട് ക്യാമിയോ, എക്സ്റ്റൻഡ് ക്യാമിയോ കൈൻഡ് ഓഫ് തിങ്. അതായത് ഫ്ലാഷ് ബാക്ക് കേൾക്കാനായിട്ട് ഒരാൾ. അങ്ങനെ ഇവർ ഈ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പടം OTT വന്നിട്ട് തന്നെ കുറച്ച് ദിവസമായി, ഇതിനോടൊന്നും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു അമേരിക്കയിൽ നിന്ന് നാട്ടിലോട്ട് വരണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് പറയണം ഫഹദ് ഫാസിലിൻ്റെ റാൻഡമായിട്ട് കണ്ടു പറഞ്ഞാൽ നിങ്ങൾ കഥ കേൾക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. ഇൻക്ലൂഡിങ് ഫഹദ് ഫാസിലിൻ്റെ ഇൻട്രോ തന്നെ എന്ന് പറഞ്ഞാൽ പക്ക ആർട്ടിഫിഷ്യാലിറ്റി. എന്തോന്നത് ശരി, ഓക്കെ, എല്ലാം കൂടെ വട്ടം കൂടി ഇരുന്ന് കസേരയിൽ അടിക്കും കഥയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബിസിനസ് ക്ലാസ്സിനകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, കഥ തുടങ്ങി, ഇവരെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് കഥ തുടങ്ങി. ഈ പറഞ്ഞ പോലെ കൊച്ചിലെ നമുക്ക് പല പല വിശ്വാസങ്ങളുണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ ഗുരു എന്ന എന്തോന്ന് മരം മുളക്കി മാറ്റിന്ന്, ഇല്ലെങ്കിൽ ഉമ്മ വച്ച പ്രഗ്നൻ്റ് ആവും, അങ്ങനെ ഉമ്മ വച്ചാ ഉള്ള ഇത്. ഈ പറഞ്ഞതുപോലെ ഒരു സീന്, അതായത് ഇതിൽ ഇവൻ്റെ ടീച്ചറായിട്ട് പറഞ്ഞ ജോണിത ഗാന്ധിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് അവനെ കിസ് അടിക്കണം. കൊച്ചിലായിരുന്നു കിസ് അടിക്കുന്നത്. അവർ എന്ന് പറഞ്ഞാൽ ആ ഒരു സമ്മർ ഹോളിഡേക്ക് പോയിട്ട് വന്നപ്പോഴേക്കും അവർ പ്രഗ്നൻ്റ് ആണ്. ഉടനെ ഈ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുട്ടിക്കാലത്തുള്ള ചെറുക്കൻ, അത് അവൻ്റെ വയറ്റിൽ വരണം, എൻ്റെ കൊച്ചാണ്, ഞാൻ നന്നായിട്ട് നോക്കണം, തേങ്ങയാണ് വാങ്ങിയാണ്. ഞാൻ തന്നെ കണ്ടിട്ട് മോനെ ഇത് എന്തോടാ എഴുതി വച്ചേക്കണം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടറിന് വേണം ആദ്യം വല്ല കവളി വെട്ടി അടിയേ. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ശരി, ഓക്കെ, പുള്ളിക്കാരൻ്റെ ക്യാരക്ടേഴ്സിന് അങ്ങനെ അച്ഛനമ്മയില്ല, മരിച്ചുപോയി, മാമൻ എന്നാണുള്ളത്. ഈ പറഞ്ഞതുപോലെ കൂട്ടുകാരുണ്ട്. ഈ രാത്രി ഇവർ ഈ പറഞ്ഞതുപോലെ ടീച്ചറുടെ വീട്ടിലോട്ട് പോകണം. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു പ്രായത്തിൽ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഒരു 6 മണിക്ക് കഴിഞ്ഞ് ഒരു സന്ധ്യ സമയത്ത് വന്ന് കയറുമ്പോൾ തന്നെ വീട്ടിൽ ഇവിടെ അമ്മ വടിയും വെച്ചുകൊണ്ട് നിൽക്കും വെട്ടി അടിക്കാനായിട്ട്. ഇത് രാത്രി അങ്ങ് ഇറങ്ങി പോണ്. ഈ പറഞ്ഞ പോലെ പോണ്. വീട്ടിൽ ചെന്നപ്പോൾ ആരും ഇല്ല. അവർ കിടന്ന് കരയുന്നു, ഒക്കെ എടുത്തോണ്ട് വരുന്നു, ആട്ടോയിൽ പോകുന്നു, പ്രഗ്നന്റ് ടൈം, ഡെലിവറി ടൈമിൽ. അങ്ങനെ അത് കഴിഞ്ഞ് എന്നിട്ട് യവൻ്റെ കയ്യിൽ കൊണ്ട് സൈൻ ബോർഡ് കൊടുത്തേക്കുന്നത്, സോറി മറ്റേ ആ ഒരു ഫോം ഉണ്ടല്ലോ, ആ സാധനം ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് ഈ ചെറുക്കൻ അങ്ങ് ഒപ്പിടുന്നു. ശരി, ഓക്കെ. അടുത്തിരുന്ന ഓട്ടോക്കാരൻ അതങ്ങ് കൺവിൻസ് ചെയ്യണോ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ആരടാ സ്വന്തം ടീച്ചറിനെ പ്രണയിക്കാത്ത ആരുണ്ടടാ എന്ന്. എടാ നിനക്കൊക്കെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടടാ. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്, അല്ലാതെ മറ്റേ ക്രഷ് അടിച്ച് കുണയ്ക്കാൻ നിൽക്കണ ഇതല്ല. എല്ലാവരും അങ്ങ് ജനറലൈസ് ചെയ്തങ്ങ് പറയുകയാണ് ആരടാ ഉണ്ടെന്നുള്ളത്. അവിടുന്ന് തുടങ്ങിയതാണ് ഈ ഒരു കിഴങ്കട്ട സാധനം. ശരി, ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് അടുത്ത കോളേജിൻ്റെ ഇതിലോട്ട് പോയി. അവിടെയാണ് ഈ നമ്മളെ മ്യൂസിക് ഡയറക്ടർ തമൻ, അവർക്കൊരു സെക്കൻഡ് റിലേഷൻഷിപ്പ് ഒരു കഥയും കൂടെ കാണിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഭൂലോക ഇഴച്ചിൽ. അങ്ങേരെ കണ്ടാലേ ഒരു 19 വയസ്സ് തോന്നിക്കുന്നുണ്ട്. അങ്ങേര് മറ്റേ കോളേജ് സ്റ്റുഡൻറ്റ്, അങ്ങേര് ഡോക്ടർ, തേങ്ങേര് അരിയെന്നും പറഞ്ഞുകൊണ്ട് അത് വരും. അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് വേറെ എന്ന് പറഞ്ഞാൽ അസഹനീയം. അവിടെ അടുത്ത കയ്യാതുവിൻ്റെ സീന് ഈ പറഞ്ഞ പോലെ റിലേഷൻ കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറയുക, അതുമില്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു സീനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ അല്ലെങ്കിൽ എടാ നിന്റെ വാക്യത്ത് വല്ല വാഴയ്ക്കൊപ്പം ഒത്തിരി വെച്ചിട്ടുണ്ടാവും, ഒത്തിരി വാ തുറന്ന് പറയണമെങ്കിൽ പറ. അതിന് ആ ഒരു ടൈമിൽ ഈ പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ഒരു പടമുണ്ട് ഇതയം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിനകത്തുള്ള ഒരു ക്യാരക്ടറിനടുത്ത് അവിടെ ഒരു റെഫറൻസ് കൊണ്ട് അടിച്ച് കയറ്റി വെച്ചിരിക്കുന്നത്. അതായത് പുള്ളിക്കാരൻ്റെ ആ ഒരു പടത്തിലെ ആളുടെ കൂട്ടുകാരൻ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പറയാണ്, ഓ നിന്നെ കണ്ട് എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ പോലെ ഉണ്ട്, അങ്ങേരാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോയി. അത് തന്നെ ഈ പറഞ്ഞ പോലെ എന്തോന്ന് പറയാം, കുത്തി കയറ്റിയ സീനാണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അങ്ങേരെ കയ്യിലൊരു പോപ്കോൺ കൊടുത്തില്ല എന്നേ ഉള്ളൂ. അങ്ങേര് ഈ പറഞ്ഞ പോലെ മറ്റേ സിനിമ കാണുമ്പോൾ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓ ഈ പറഞ്ഞ പോലെ അവളടുത്ത് മറ്റേ ട്രെയിനിലിരിക്കുന്നു, സംസാരിക്കുന്നു, അവൾക്ക് മറ്റേ ചായയും ബിസ്ക്കറ്റും വാങ്ങിച്ചു കൊടുക്കുന്നു, ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് തിരിച്ച് ഒന്നും പറയില്ല. അവളെ പാടും നോക്കി പോകണം. എൻ്റെ ചോദ്യം അതല്ല. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ അവളുടെ ഒരു ഇതുമില്ല. ശേഷം ഒരു സീനിൽ പറഞ്ഞുണ്ട്, എന്നിരുന്നാലും ഒരു ഇതുമില്ല. അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ ആലപ്പുഴ നോക്കി പോണതാ എന്തോ ആണ്. ആലപ്പുഴ പോണ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ അഡ്രസ്സ് തപ്പി കണ്ടുപിടിച്ച് പോകാൻ പറ്റൂലേ. ഈ പറഞ്ഞ പോലെ ഇഷ്ടം എന്നുള്ള സാധനമാണെങ്കിൽ അത് തേടി പിടിച്ച് പോകണം. ഇവിടെ വിണ്ണൈത്താണ്ടി വരുവായിലൊക്കെ മറ്റേ ആലപ്പുഴയും കഴിഞ്ഞ് അങ്ങ് അമേരിക്ക വരെ പോയി. അമേരിക്കയിലോട്ട് പോകണുണ്ടോ, അതിലോട്ടൊക്കെ വരാം. ശരി, അതിനുശേഷം അവൾ ആവിയാനൊക്കെ ഇല്ല. ഇങ്ങേര് മറ്റേ അങ്ങേരെ കൂട്ടുകാരൻ്റെ ഇത് വന്ന് എടാ നീ പറയേണ്ടതായിരുന്നടാ, അങ്ങനെയായിരുന്നടാ, ഇങ്ങനെയായിരുന്നു, എനിക്കും ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കുറേ കുത്തിക്കയറ്റൽ. അങ്ങനെ ശരി, ഇതെല്ലാം കഴിഞ്ഞ്
ഇതിന് അയ്യോ ഇടയിൽ ഇവർ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു, ടീനേജ് ആ ടൈം, അത് പറയാൻ പറ്റുമോ, പ്രീതി മുകുന്ദനാണ് അപ്പോഴത്തേത്. എനിക്കിതിൽ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ അതിൽ ധനുഷ് പാടിയ ഒരു പാട്ടുണ്ട്, അതെനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നൈസ് പാട്ടായിരുന്നു. ട്യൂഷൻ അത് ഇത് ബഹളം, ഈ കറങ്ങാൻ പോകുന്നു, വായി നോക്കുന്നു, അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു ബർത്ത്ഡേ പാർട്ടി ഒരു പോയിന്റിൽ വന്നപ്പം ഇല്ല, എനിക്കറിഞ്ഞൂടാ, എൻ്റെ ആ ഒരു പറയേണ്ട ഒരു ഫീലിങ്സ് ഒക്കെ അങ്ങ് പോയി, അത് തീർന്നു. ശരി, ഇത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, അതിലോട്ട് വന്നു. അങ്ങനെ എവളത് കഴിഞ്ഞിട്ടാണ് കയാതുവിൻ്റെ കേസ് വന്നത്. അതും കഴിഞ്ഞ് അടുത്ത വീണ്ടും ബാക്ക് ടു ഈ പറഞ്ഞ പോലെ അണ്ണൻ പെരിയ ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലാണ്, എൻ്റെ മാമൻ്റെ ലെവൽ പിടിച്ച ഓൺട്രപ്രണർ എന്നൊക്കെ പോയി വീണ്ടും ബാക്ക് ടു ഇത് വന്നു, നമ്മളെ പ്രീതി മുകുന്ദനിലോട്ട് വന്നു. അത് ഒരു കല്യാണത്തിന് കറക്റ്റ് പ്ലേസ് എനിക്ക് അറിഞ്ഞുകൂടാ, മധുര എന്തോരാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് തൃച്ചി, അവർ പണ്ട് മറ്റേ ഈ ഇവരെ കഥ നടക്കണം അവിടെയാണ്, ഒരു പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടി 100-120 കിലോമീറ്റർ താണ്ടി അങ്ങ് പോയിരുന്ന് അവിടെ ചെന്ന് നൊസ്റ്റാൾജിയ. അടുത്ത ദിവസം ഈ പെണ്ണിന് ഫ്ലൈറ്റ് ഉണ്ട്, എവള് മറ്റേ നാസയിൽ വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു കൈൻഡ് പരിപാടി, ആസ്ട്രോനോട്ടാണ്. ഈ അവിടെ വന്ന് എന്ന് പറഞ്ഞാൽ അത് എന്ത് ലോജിക്കായിട്ടുള്ള ഒരു സീനാണ്, ഇത്രയും താണ്ടി വന്ന്. ശരി, മറ്റേ ഗില്ലിയിൽ തൃശ്ശാക്ക വന്ന് പറയില്ല, മറ്റേ എനിക്ക് മറ്റേ എന്താ കാരപ്പൊരി സാപ്പിടണമെന്ന് പറഞ്ഞു, അതുപോലത്തെ ഒരു സീനാണ്. അത് പിന്നെയും പോട്ടെ, അത് പോണ വഴിയിൽ കണ്ടിട്ടാണെന്നെങ്കിലും പറയും. ഇതങ്ങ് കിലോമീറ്റർ താണ്ടി 100-125 കിലോമീറ്റർ അങ്ങ് കിടക്കുകയാണ്. ശരി, പോയി അവിടെ ചെന്ന് അവരെ പഴയ മറ്റേ മറ്റേ ട്യൂഷൻ സെന്ററിലൊക്കെ പോയി രാത്രി തുറന്നിട്ടങ്ങ് കയറുകയാണ്. മറ്റേ 96-ൽ വിജയ് സേതുപതി നിന്ന് കയറും പോലെയാണ്. അത് നമുക്കൊരു ഫീൽ വരും, ഇത് ഫീലല്ല, ഇത് കോപ്പ് വരും നമുക്ക്. അങ്ങനെ ഓക്കെ ചെന്ന് കയറി ഫീലൊക്കെ അടിച്ചിരുന്ന് കണ്ടുപോകും. നാളെ അങ്ങനെ നാളെ അങ്ങനെ ഫ്ലൈറ്റ് പിടിച്ച് അങ്ങനെ പോവുകയാണ്. ശരി, ഓക്കെ. അതിനൊന്നും പറഞ്ഞുകൊണ്ട് പോണ വഴിക്ക് ഒരു ഫൈറ്റ് സീൻ. അമേരിക്കയിൽ എടുക്കേണ്ട സാധനം അവന്മാർ അമേരിക്കയിൽ തന്നെയാണ്, അല്ലാതെ ഇവിടെ അട്ടക്കുളങ്ങരയിലല്ലേ അവന്മാർ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ പൈസ പൊട്ടിക്കുന്നതുകൊണ്ട് അവിടെ ഒരു അനാവശ്യം ഒരു ഫൈറ്റ് സീൻ. അതിൻ്റെ ഇടയിൽ കൂടെ ചെന്നൈ CSK ഒക്കെ പൊക്കി അടിച്ച് തേങ്ങ മറിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഗ്രീൻ സ്ക്രീനൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് മറ്റേ വിജയണ്ണൻ്റെ അഴകിയ തോന്നലിൽ മറ്റേ കാണിച്ച ആ ഒരു കൈൻഡ് ഓഫ് ഒരു VFX അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത്രയും പൈസ പൊട്ടിച്ച് ചെയ്യണം അവന്മാർക്ക്. ശരിയാണ്, ഇപ്പം റൊമാൻസ് ചെയ്യണത് മറ്റേ ഈ അണ്ണൻ മറ്റേ ഭൈരവേലി ചെന്നവരത്തൻ്റെ ഇടിച്ച് അണ്ടകടാഹ അടിച്ചിളക്കിയിട്ട് മറ്റേ ചെന്ന് മറ്റേ റോസാപ്പൂ കൊടുത്തിട്ട് ലവ് യു പറയണ പോലെയൊന്നും അല്ല, അതറിയാം. ഇപ്പം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പം വരണ ആവശ്യമുണ്ട് പടത്തിൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര പാടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞതുപോലെ എവിടുന്നോ പോയ കയാതു തിരിച്ചു വരിക, പിന്നെ അവൾക്ക് പണ്ടുണ്ടായിരുന്നു അതിപ്പോൾ പറഞ്ഞത് ആശ്വാസമായി എന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ബോധോദയം വന്നു. ഓക്കെ, ഞാനും പ്രീതിയുടെ അടുത്ത് പറയണമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു പുള്ളിക്കാരി വരും, അതായത് മറ്റേ മാളവിക മാസ്റ്ററിലൊക്കെ ഉള്ള, അവിടെ ഒരു എൻഗേജ്മെൻറ്റ് ഫിക്സ് ആവും. ബാച്ചിലർ പാർട്ടി എന്നുള്ള പേരിൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കയിലോട്ട് പോവുക, അവിടെ ചെന്ന് അടിച്ച് പൊളിക്കുക. ആ കൂട്ടത്തിൽ പുള്ളിക്കാരിയുടെ അടുത്ത് തനിക്ക് മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് പറയുക. അൺഫോർച്ചുനേറ്റ്ലി അത് പറയാൻ പറ്റിയില്ല. അത് പടത്തിൻ്റെ അവസാനം വരെയും പറയാൻ പറ്റില്ല, കളഞ്ഞിട്ട് വല്ല പണിക്കും പോടേ. അങ്ങനെ ഈ പറഞ്ഞതുപോലെ അത് അവിടെ അവളെ പറ്റിച്ചു, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ഫഹദ് ഫാസിൽ. ഓക്കെ, ഇനി അതിലോട്ട് വരാം. എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ജോണിത്ത ഗാന്ധി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ് ഇതിൽ ഫഹദ് ഫാസിൽ. എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്, ആ ചെറുപ്പത്തിലേ ഉള്ള കഥയാണ് അവരെ അതർവേര. യവൻ വളർന്നിട്ടും ഒരു മാറ്റവും ഇല്ല അവർക്ക്. ടീച്ചർ ആ ഒരു ഗെറ്റപ്പിലാണ് ഇരിക്കുന്നത്, ഒരു പ്രായവും ഇല്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ ഫഹദ് ഫാസിൽ ചില സൈനിൽ കണ്ട അതർവേക്കാട്ടിയും ചെറുപ്പമായിട്ട് തോന്നും. ശരി, ഇവിടെ വന്ന് കല്യാണം മുടക്കി. എന്നിട്ട് പറഞ്ഞ് സെക്കൻഡ് പാർട്ടിലൊക്കെ കാണാൻ ഞാൻ വെച്ച് ദൈവമേ ഈ ഒരു കൂത്തിപ്പടത്തിന് ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ടാ. പക്ഷെ അല്ല, വേറെ ഒരു വിധത്തിൽ അങ്ങനെ പടം എടുത്ത് അങ്ങ് തീർത്തിട്ടുണ്ട്. ഈ ഇഷ്ടം എന്ന് പറയുമ്പോൾ അത് പറയണം. ഓക്കെ, പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ മൊണ്ണ മക്കളെ, അവന് പറയാൻ പറ്റൂലെങ്കിൽ പോട്ട്, നിൻ്റെയൊക്കെ വാക്കിയകത്ത് നാക്കില്ലേ. പടം തീരാറായപ്പോഴാണ് പറഞ്ഞത് അയ്യോ ഞങ്ങളെങ്കിലും ചെയ്യേണ്ടതായിരുന്നു പറയണില്ല. അതാണ് അവൻ്റെ കൂട്ടുകാരന്മാർ. അങ്ങനത്തെ ഒരു കുണം കെട്ട ഒരു പടമാണ് ഈ സാധനം. 2.5-2.25 മണിക്കൂറുണ്ട്. അത് അത്രയും വലിച്ചു നീട്ടുന്നു എന്ന് പറയണം മറ്റൊരു കാര്യം. 1-2 പാട്ടുകൾ കൊള്ളാമെന്ന് ഒഴിച്ചാൽ അല്ലാതെ ഒരു തരത്തിലും ഒരു നല്ലതും പറയാനില്ലാത്ത സാധനം. ഒന്ന് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ പുല്ല് ആദ്യം എന്തെന്ന് പറയാം, ജോണിത്ത ഗാന്ധിയുടെ സീൻ വിടുക, അത് പറയണില്ല. അല്ലാതെ ചിലപ്പോൾ പ്രീതി മുകുന്ദൻ്റെ സീനിൽ എവിടെയെങ്കിലും കൊണ്ടങ്ങ് തീർന്നു. അറ്റ്ലീസ്റ്റ് ഒരു റിജക്ഷൻ കിട്ടിയെങ്കിൽ ഓക്കെ, കിട്ടിയങ്ങ് പോടേ അങ്ങോട്ട്. ഇത് എന്തോന്ന് പടം ഉണ്ടാക്കി വെച്ചേക്കണത്. അങ്ങനത്തെ ഒരു തലച്ച ഒരു പടമാണ്. അപ്പോൾ പടം കാണിച്ചുണ്ടെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ പറയുക. എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക്. എനിക്കിത് ഒരു തരത്തിലും എനിക്ക് പിടിച്ചില്ല. ഞാൻ പറഞ്ഞു ഈ 1-2 പാട്ടുകൾ കൊള്ളാമെന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും എനിക്ക് പിടിച്ചില്ല. എന്തൊക്കെയോ അങ്ങ് നടക്കണ ഒരു പടം. അപ്പം വേറെ ഉള്ളവർക്ക് ചിലപ്പോൾ പടം ഇഷ്ടപ്പെട്ടായിരിക്കും, കിടിലായിട്ട് തോന്നിയിരിക്കും. ഡിപ്പെൻസ്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ POV ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഇതയം മുരളി.